ഈ ടെഹ്റാനിൽ ഇപ്പോൾ വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടെഹ്റാനിൽ പല നഗരങ്ങളും നിന്ന് കത്തുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും കടുപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇനി ഒരു പുതിയ പ്രസിഡന്റ് വേണം, അതായത് മസൂദ് പെസഷ്കിയാൻ അല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രസിഡന്റ് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം ഇറാനിലെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. മാത്രമല്ല ഇറാൻ്റെ ആർമിക്ക് എണ്ണ സപ്ലൈ ചെയ്യുന്ന ടാങ്കുകളുണ്ട്, അവിടേക്കും കനത്ത ആക്രമണം നടത്തി. ഇതിൻ്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ ഇറാൻ്റെ ആക്രമണം തുടരുന്നു. നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, ഇത് പറഞ്ഞിട്ട് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആക്രമണം നടത്തി കുവൈറ്റിന് നേരെ, ബഹ്റിനിലെ മനാമ സിറ്റിക്ക് നേരെ ഒക്കെ തന്നെ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല IRGC വളരെ കൃത്യമായിട്ട് പറയുന്നു, അമേരിക്കൻ സേനയ്ക്കെതിരെ, അമേരിക്കൻ സൈന്യത്തിനെതിരെ ഞങ്ങൾ ആക്രമണം തുടരുകയാണ്. ഞങ്ങളുടെ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, പക്ഷേ ഇത് അമേരിക്ക മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 6 സൈനികരുടെ മൃതദേഹങ്ങൾ US എത്തിച്ചു. അവിടെ ട്രംപ് എയർപോർട്ടിലെത്തി സല്യൂട്ട് അടിച്ചൊക്കെയാണ് സ്വീകരിച്ചത്. അപ്പം ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്നില്ല, അമേരിക്കയും ശക്തമായ ആക്രമണമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം പശ്ചിമേഷ്യ സംഘർഷഭരിതമായിട്ട് തന്നെ തുടരുക. ഇപ്പോൾ UAE പ്രസിഡന്റ് പറയുന്നു, ഇപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ പറയുന്നത്, ഞങ്ങളെ ദുർബല രാജ്യമായിട്ട് കണക്കാക്കരുത്, ഞങ്ങൾക്ക് ഒരുപാട് ഉൾക്കരുത്തുള്ള രാജ്യമാണ്, ഞങ്ങളുടെ തിരിച്ചടി നിങ്ങൾ താങ്ങില്ല എന്ന് പറയണമെങ്കിൽ സൗദിയും കുവൈറ്റും ബഹ്റിനും എല്ലാം തന്നെ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൗദി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഇന്നലെ രാത്രിയിൽ ഈ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനിൽ വളരെ വലിയ വലിപ്പത്തിൽ ആക്രമണം നടത്തി. അതായത് ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് കത്തുന്നു, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കത്തിച്ചിരിക്കുന്നു. അതായത് എണ്ണ സംഭരണം മാത്രം അല്ലെങ്കിൽ അത് മാത്രം കൈമുതലായിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ വരുമാന മാർഗം വേറെ മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനകത്തെ ജനങ്ങളുടെ ഭാഗമായിട്ട് നിന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ജനങ്ങൾക്ക് പട്ടിണിയും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും ഉള്ളതുപോലെയുള്ള വികസനത്തിന് അവർ ആ പണം ഉപയോഗിക്കുന്നില്ല. അവർ മിസൈൽ വാങ്ങിക്കൂട്ടുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്നെ ദൈവരാജ്യം പിടിക്കുന്നതിനും വേണ്ടിയുള്ള പോക്കിലായി പറ്റിയേക്കുന്നത്. ഇപ്പം ഏതായാലും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ കൃത്യമായ ഒരു എളുപ്പം തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ലല്ലോ. വളരെ വലിപ്പത്തിലുള്ള രാജ്യം, വളരെ വലിയ വലിപ്പത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധശേഖരമുള്ള രാജ്യം, അകത്തെ കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം ആർക്കും അറിയാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന രാജ്യം. അപ്പം നിഗൂഢതകൾ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പേര് പറഞ്ഞത്, അല്ലെങ്കിൽ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ ആണവായുധം ഉണ്ടാക്കി ഇരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് നേരത്തെ അടിച്ചിരിക്കുന്നു ഇസ്രായേൽ പറയുന്നുണ്ട്. അതും മറികടന്ന ആണവായുധം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഭൂകമ്പം വീണ്ടും ആണവ പരീക്ഷണമാണോ, ഇങ്ങനെ പല ആശങ്കകളുമുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഇറാൻ തീർത്തും അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ കത്തിച്ചുകൊണ്ട് അതുപോലെ ജലശുദ്ധീകരണ പ്ലാന്റുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ടാണ് അമേരിക്ക ആക്രമിക്കുക. കാരണം വരുമാന സോഴ്സ് തകർക്കുന്നു, അല്ലെങ്കിൽ ഈ ലോഞ്ചുകൾ, യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ തകർക്കുന്നു, വ്യോമത്താവളങ്ങൾ തകർക്കുന്നു, പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും അല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങളും തകർക്കുന്നു, അതുപോലെ ഇൻ്റർനെറ്റ് പോലെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുന്നു. ഈ ഏറ്റവും അവസാനം ജനങ്ങൾക്ക് വെള്ളം പോലും മുട്ടത്തക്ക രീതിയിലേക്കുള്ള, അത് യുദ്ധത്തിന് ആ രീതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിന് തിരിച്ചടി എന്നോണം വീണ്ടും ഇന്നലെ ആക്രമിക്കത്തില്ല, അല്ലെങ്കിൽ പുടിൻ പറഞ്ഞു ആ ആക്രമണം വേണ്ട, അല്ലെങ്കിൽ GCC രാജ്യങ്ങളെ ആക്രമിക്കേണ്ട എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ അവരും ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പം എന്തെങ്കിലും ഈ രാജ്യം ഞങ്ങളില്ലാതെയാകുന്നു, എന്നാൽ ആരും വേണ്ട എന്നുള്ള രീതിയിലേക്ക് പ്രയോഗിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള ആണവ മിസൈൽ ഒരുപക്ഷെ പരീക്ഷിച്ച് വെച്ചത് അമേരിക്ക. അപ്പൊ ഈ അമേരിക്ക ചെയ്യുന്ന വേറെ കാര്യമുണ്ട്. ഇറാന്റെ സാമ്പത്തിക മേഖല എവിടെയൊക്കെയാണോ നിൽക്കുന്നത്, അതായത് ആ നഗരങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് ആക്രമിക്കുന്നത്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുക, അതിനു വേണ്ടിയിട്ടാണ് പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ പ്രസിഡന്റ് ഉണ്ട്,
ആ പ്രസിഡന്റ് പെസഷ്കിയാനെ പുറത്താക്കണം. ഇത് ട്രംപിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഈ ഒരു നീക്കം നടത്തുമ്പോൾ തന്നെയാണ് അമേരിക്കയ്ക്ക് ശക്തമായ ആഘാതം നൽകാൻ ഇറാൻ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ വന്ന വിവരം അനുസരിച്ച് ജോർദാനിൽ $300 ദശലക്ഷം ഒരു താഡ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ഈ താഡ് പ്രതിരോധ സംവിധാനം ആകെ അമേരിക്കയുടെ 8 ഉള്ളൂ. ഏതാണ്ട് 2500 കോടി രൂപ ചെലവ് വരുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ തകർത്താൽ GCC രാജ്യങ്ങളെ ഇനി വ്യോമാക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. മാത്രമല്ല അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ആവനാഴിയിലെ ആയുധങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക. കാരണം ഇവരുപയോഗിക്കുന്നത് ഈ ഡ്രോൺ പോലെ മിസൈൽ പോലെയുള്ള ആയുധങ്ങളാണ്. അമേരിക്കയ്ക്ക് അതിൻ്റെ 10 ഇരട്ടി ചിലവുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആവനാഴിയിൽ ആയുധങ്ങളില്ലാതെ വരും. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും എടുത്ത് അമേരിക്കയും ഇസ്രയേലിനും എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കാമോ അതെല്ലാം സംഭവിപ്പിക്കും. ഇപ്പം സൗദി അറേബ്യയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടുണ്ട്. ഈ എയർപോർട്ട് പ്രിൻസ് സുൽത്താൻ എയർപോർട്ട്. ഈ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തി. കുവൈറ്റിൽ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം നടത്തി. അപ്പോൾ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ട് അതിനെ കത്തിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയാൽ ആ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയുമെന്ന് ഇറാൻ്റെ ലക്ഷ്യം. അപ്പോൾ അമേരിക്കയും ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു, ഇറാനും ഈ പറയുന്ന GCC രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർന്നു. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ ലോക വിപണിയെ പിടിച്ചു കുലുക്കുന്ന, അല്ലെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളായിട്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, അതിനകത്ത് ഇപ്പം സിനു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയിൽ ഇറാനെ തീർക്കുമെന്ന് അമേരിക്ക പറയാൻ കാര്യം, അല്ലെങ്കിൽ ഇസ്രായേൽ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ താഡ് സംവിധാനത്തെ ലക്ഷ്യം വെക്കുന്നു. അത് UAE ലക്ഷ്യം വെക്കുന്നു, ജോർദാനിൽ ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പലയിടത്തും ലക്ഷ്യം വെക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഖത്തറിലുണ്ടായിരുന്ന $1.1 ബില്യൺ വിലയുള്ള 5000 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്ന സമയം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രതിരോധ സംവിധാനമല്ലേ തകർത്തത്. അപ്പം അവർ ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഇറാൻ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെയും മറ്റ് അമേരിക്കയുടെ മറ്റ് പല സംരക്ഷിക്കുന്ന പല രാജ്യങ്ങളിലെയും തകർത്താൽ പിന്നെ ഇതുപോലെ മിസൈൽ വിടാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഇറാൻ ഉണ്ടായാൽ ഈ രാജ്യങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതാണ് ഇറാനെ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്ന് ആലോചിച്ചതിൻ്റെ കാരണം. ഇറാൻ പഴയതുപോലെ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകളും അല്ലെങ്കിൽ ഡ്രോൺ ലോഞ്ചറുകളും അല്ലെങ്കിൽ മിസൈൽ വിടാനും ഉള്ള സംവിധാനത്തിൽ ആണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, അതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിരിക്കുന്നു. ആ രീതിയിലേക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഈ പറയുന്നത് പോലെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ സാറ്റലൈറ്റ് ചിത്രം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തകർക്കുന്നതിന് മുമ്പാണ് അമേരിക്കയും ഇസ്രയേലും കൂടി ഈ രാത്രി കൂടിയേ ഉള്ള ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ ആ രാത്രി കൂടിയേ ഉള്ള ഇറാൻ എന്ന് പറയുമ്പോൾ ഇവരെത്ര സംവിധാനം തകർക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിക്കുമല്ലോ. അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചിട്ട് പോലും നടന്നില്ല. അപ്പം ഇനി ഇറാനെ വിട്ടാൽ ഇതേ രീതിയിൽ ഇറാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രീതി പരിശോധിക്കുമ്പോൾ ആദ്യമുള്ളതിനെക്കാട്ടിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും രീതികളും ശൈലികളും മാറി വരുന്നു, മാരകമായിക്കൊണ്ടിരിക്കുന്നു. അതായത് അവരും ഇതുപോലെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും പ്രധാനപ്പെട്ട കിണറുകൾ തകർക്കാനും സോഴ്സുകൾ തകർക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ വരുമാന സോഴ്സുകൾ തകർക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഏതായാലും ഇനിയും ഇറാനെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മുമ്പേ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്കയ്ക്കുണ്ടാവും. ആണ് F-16 രണ്ടെണ്ണം 2000 കോടി, 1.1 ബില്യൺ ഈ പ്രതിരോധ സംവിധാനം, 300 ദശലക്ഷം താഡ് സംവിധാനം. അത് പൈസ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പല യുദ്ധക്കോപ്പുകളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അരികെ എത്തിയിരിക്കുന്നു. അതായത് അവർ ഏതാണ്ട് ഫിനിഷ് ആക്കിയിരിക്കുന്നു, റെജിം ചേഞ്ച് അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് വേണ്ട, ഈ സംവിധാനമേ വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അപ്പം അതിനുവേണ്ടി തൽക്കാലത്തേക്കെങ്കിലും അവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഇറാനെ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്ന പോലെ നെതന്യാഹുവാ പറയുന്നത് ഉടനെ സ്വാതന്ത്ര്യം ഇറാന് ഉണ്ടാകും, ജനതയ്ക്കുണ്ടാകും. ഏതായാലും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കല്ല. ഇറാൻ ഇന്നലെ രാത്രിയിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും പറഞ്ഞതുപോലെ കത്തിച്ചിട്ടുണ്ട്, ഇറാൻ തിരിച്ചടിച്ചിട്ടുമുണ്ട്.